ഒരു വാക്കിംഗ് വാർഡ്രോബ് ചെയ്യണമെങ്കിൽ എത്ര സ്പേസ് വേണം എന്നറിയാമോ? ഒന്നാമത്തത്, നിങ്ങൾക്കൊരു 5x5 ഫീറ്റ് സ്പേസാണ് ഉള്ളതെങ്കിൽ അതിൽ ഒരു വശത്ത് സ്റ്റോറേജ് ചെയ്തിട്ട് ഒരു സൈഡ് നിങ്ങൾക്ക് മിറർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അതിൽ എൽ ഷേപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് ചെയ്യാവുന്നതാണ്. പക്ഷെ കൺജസ്റ്റൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു സൈഡ് സ്റ്റോറേജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്, ഒരു എൽ ഷേപ്പ് വാർഡ്രോബാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒരു 7x5 ഫീറ്റേലും മിനിമം സ്പേസ് വേണ്ടി വരും, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി. മൂന്നാമത്തത്, ഒരു പാരലൽ വാർഡ്രോബ് ഉണ്ടാക്കണമെങ്കിൽ രണ്ട് സൈഡിൽ സ്റ്റോറേജ് കൊടുത്തിട്ട് നടുക്കൊരു ലോങ് ഡ്രസ്സിംഗ് മിറർ കൊടുക്കാവുന്നതാണ്. അതിനൊരു മിനിമം 7x7 ഫീറ്റേലും വേണ്ടി വരും. നാലാമത്തത്, നിങ്ങളൊരു യു ഷേപ്പ് വാർഡ്രോബാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ ഒരു 7x10 ഫീറ്റ് സ്പേസിലും വേണ്ടി വരും. വാർഡ്രോബുകൾക്ക് ഒരു 50 to 60 സെന്റിമീറ്ററിലും ഡെപ്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കോട്ടും ഷർട്ടും ഒക്കെ നല്ല രീതിയിൽ ഹാങ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്രയും സ്പേസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വാക്കിംഗ് വാർഡ്രോബ് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ സ്പേസ് വളരെ കൺജസ്റ്റഡ് ആവും. അപ്പോൾ ഏത് വാർഡ്രോബ് ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്ന് കമന്റ്സിൽ അറിയിക്കുക. ഒപ്പം തന്നെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.